വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മൗനം വിതച്ച് മരണം കൊയ്യുന്ന കേരളത്തിൻ്റെ ഹരിതസുന്ദര ഗിരിപ്രദേശം വയനാട്. ചൊവ്വാഴ്ച രാവിലെ നാട് ഉണർന്നത് ഒരു വലിയ ദുരന്തത്തിൻ്റെ ആർത്തനാദത്തോടെയായിരുന്നു. നിലക്കാതെ ആടിത്തിമിർത്ത മഴയുടെ മുടിയടിച്ചാട്ടത്തിൻ്റെ രാക്ഷസഭാവം തകർത്തൊഴുക്കി കളഞ്ഞത് രണ്ട് പ്രദേശങ്ങളുടെ ജനങ്ങളുടെ സ്വപ്നവും ജീവിതവുമായിരുന്നു. കർക്കിടകത്തിന്റെ കലിതുള്ളിപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് മുണ്ടക്കൈയിലെയും ചുരൽമലയിലെയും 100-ലധികം വരുന്ന വീടുകളായിരുന്നു. ചിലമ്പിട്ടാടിയ മലയുടെ ചിലമ്പിലെ രാക്ഷസമണികൾ ഊരിത്തെറിച്ചെന്ന പോലെ ഒഴുകി വന്ന പാറക്കല്ലുകൾ തച്ചു തകർത്ത് കളഞ്ഞത് നൂറുകണക്കിന് ആളുകളുടെ ജീവനായിരുന്നു. ചൂരൽമലയിൽ നിന്നും 25 കിലോമീറ്റർ ദൂരെ പോത്തുകല്ല് വരെ ആളുകളെ ഒഴുക്കിക്കൊണ്ടുവരാൻ മാത്രം പ്രാപ്തമായ ശക്തമായ ഉരുൾപൊട്ടൽ. മുമ്പും ഇതേ വയനാടിൽ ശ്യാമസുന്ദരമെന്നും വച്ചസുന്ദരമെന്നും നാം പറയാറുള്ള സഞ്ചാരികളുടെ ഹൃദയഭൂമിയായ വയനാടിൻ്റെ പല ഭാഗങ്ങളിലും പ്രകൃതിയുടെ രൗദ്രഭാവത്തിന്റെ ചിറകടി ശബ്ദം കേട്ട് നാം വിറങ്ങലിച്ചു നിന്നവരായിരുന്നു. പുത്തുമലയിലും കവളപ്പാറയിലും നിലച്ചുപോയ മനുഷ്യജീവനുകളെ നാം ആരും മറന്നു കാണില്ല. അവിടെ ഇല്ലാതായിപ്പോയ ഗേഹങ്ങളെ നാം ആരും മറന്നു കാണില്ല. അവിടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യങ്ങളെയും നാം ആരും മറന്നു കാണില്ല. ഒരുപക്ഷെ ഗവൺമെന്റുകൾ മറന്നു കാണും. അന്നെല്ലാം അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് നാം കേട്ട നീതിബോധമുള്ള വാക്കുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും വിപത്തുകൾ ഉണ്ടാകുമ്പോൾ നാം പറഞ്ഞു കേൾക്കാറുള്ള പ്രതീക്ഷയുടെ വാക്കുകൾ. ഇനിയും ഒരു ദുരന്തമുണ്ടാവാതിരിക്കാൻ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളെക്കുറിച്ച് പഠനം നടത്തുമെന്നുള്ള പ്രതീക്ഷയുടെ വാക്കുകൾ. അങ്ങനെ കണ്ടെത്തി ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയുടെ വാക്കുകൾ. അതിനുവേണ്ടി നമുക്ക് പലതരം സംവിധാനങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെന്റുകളും പഠനം നടത്താൻ നിരവധി ഏജൻസികളുമുണ്ട്. എന്നിട്ടും മുമ്പ് 2 അതിലധികമോ ദുരന്തങ്ങൾ നടന്ന വയനാടിന്റെ ഇതേ പ്രദേശങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തിയതായി കണ്ടില്ല. എന്നിട്ടും അന്ന് നടന്ന ദുരന്ത ഭൂമിയുടെ തൊട്ടടുത്ത് തന്നെ വീണ്ടും ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി കണ്ടില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റുകൾക്ക് വേണ്ടി വേണ്ടതിലധികം ഫണ്ടുകൾ ഭരിക്കുന്നവർ വകയിരുത്താറില്ലേ? ആ ഫണ്ടുകൾ വേണ്ട വിധത്തിൽ വീതം വെച്ച് പോകാറുമില്ലേ? ഈ വിപത്തുകളെ തടയുന്നതിൽ മാത്രം പരാജയപ്പെടുന്നു. എന്നിട്ട് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ ഉണ്ടാകുന്നു? പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടെത്താനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെയെങ്കിലും ദുരന്തങ്ങളെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ സാധാരണ മനുഷ്യരുടെ ജീവന് ഒരു ഗവൺമെന്റും വേണ്ട വിധത്തിലുള്ള മൂല്യം നൽകാറില്ല എന്നതാണ് സത്യം. ഇവിടെ ഇതിനോടകം തന്നെ കണ്ടെത്തിയത് 150-ലധികം വരുന്ന മനുഷ്യ ശരീരങ്ങളെയാണ്. അംഗം വിച്ഛേദിക്കപ്പെട്ടും അല്ലാതെയും. ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് മരണസംഖ്യ ഇനിയും എത്രയോ ഉയരാനുള്ള സാധ്യതയുണ്ട്. അത്രമാത്രം വീടുകളാണ് അവിടെ നിന്നും കാണാതായിട്ടുള്ളത് എന്നാണ് നാട്ടുകാരും മറ്റ് സംവിധാനങ്ങളും പറയുന്നത്. തിങ്കളാഴ്ച രാത്രിയിൽ സ്വപ്നം കണ്ടുറങ്ങിയ പിഞ്ചു പൈതങ്ങളും മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് ചൊവ്വാഴ്ച പുലർച്ചെയുള്ള പുലരിയുടെ സ്വർണരാശി കാണാതെ അസ്തമിച്ചു പോയത്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ അവശേഷിക്കുന്നവർക്ക് ഈ ദുരന്തം അവരുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർക്കാനും കണ്ണീർ പൊഴിക്കാനുമുള്ള നാളുകൾ ബാക്കി നിൽക്കുമെന്നതിൽ അവരോടൊപ്പം ഞാനും ഖേദിക്കുന്നു. ഈ മരണപ്പെട്ടവർക്ക് മുന്നിൽ ഞാനും നമ്മുടെ ശിരസ്കയായി പ്രാർത്ഥനയോടെ നിൽക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കി ഭരിക്കുന്നവരുടെ ഒരു അപേക്ഷയുണ്ട്. ദുരന്തങ്ങൾ ആഘോഷമാക്കി മാറ്റരുത്. ഓരോ ദുരന്തങ്ങൾ നടക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലെ റീച്ച് കൂട്ടുന്നതിനും വ്യൂവേഴ്സിനെ കൂട്ടുന്നതിനും വേണ്ടി സംഭവവുമായി പുലബന്ധം പോലും ഇല്ലാത്ത വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് സാധാരണ നാം കാണാറുള്ളതാണ്. പല കുടുംബങ്ങളുടെ മുറിവേറ്റ മനസ്സുകളെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും നാം കാണാറുള്ളതാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ. അർജുന്റെ വിയോഗത്തിൽ അമ്പരന്ന് നിന്നിരുന്ന കുടുംബത്തിന് മുമ്പിൽ വന്ന പല ചോദ്യങ്ങളും വാർത്തകളും നാം കേട്ട് അമ്പരന്ന് പോയവരാണ്.
ആ സമയത്തും സംഭവവുമായി ബന്ധമില്ലാത്ത പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ വയനാടിന്റെ ദുരന്തഭൂമിയുടെ ചിത്രീകരണത്തിലും അതുപോലെയുള്ള പലതും സംഭവിച്ചേക്കാം, പലതും കണ്ടേക്കാം. പല വീഡിയോകളും സോഷ്യൽ മീഡിയയിലെ പല വീഡിയോകളിലും ഇപ്പോൾ മിന്നിമറിയുന്നത് ഒരു മാപ്പിന്റെ ചിത്രമാണ്. ആ മാപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹീറോ. മലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും ഒഴുകിപ്പറന്ന പുതിയ പുഴ പോലെയാണ് എല്ലാ വാർത്തകളും. അത് വന്നതുപോലെ തന്നെ മാഞ്ഞു പോകാനും വളരെയധികം സമയം വേണ്ടിവരില്ല. ഒന്ന് മായുമ്പോൾ പുതിയതിനു വേണ്ടി വാർത്താലോകം കാത്തിരിക്കും. പക്ഷേ ഒരു വാർത്തയിലും നാം കാരണം മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കരുത്. ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കയ്യെത്തും ദൂരത്ത് ഏതെങ്കിലും പ്രതീക്ഷയുടെ തുരുത്തിൽ ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ ജീവന്റെ പുതിയ പച്ചപ്പുൽമേടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി തന്നെ.